നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെകളിലുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20, 2025 ബുധൻ. ഇന്നലെ യുഎസിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റ, കാനഡയിൽ നിന്ന് ഇൻഫ്ലേഷൻ റേറ്റുകൾ തുടങ്ങി പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഉണ്ടായിരുന്നു. അവയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, GST റിഫോംസിലുള്ള ശുഭാപ്തി വിശ്വാസം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും തുടർച്ചയായി നാലാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ 634.26 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തുന്ന കാഴ്ചകളാണ് ദൃശ്യമായത്. എങ്കിലും അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2261.06 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് കൺസോളിഡേഷൻ ഉള്ള സാധ്യതകൾ ഏറെയാണെന്നും നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,000 എന്ന ലെവൽ മറികടക്കുക മാത്രമല്ല അതിന് മുകളിലായിട്ട് നിലനിൽക്കുക കൂടി ചെയ്യണം. ഇന്ന് നിഫ്റ്റിക്ക് 25,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് അതിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 25,250 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നേക്കാമെന്നും, എന്നാൽ നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ ലോയായ 24,850 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി 24,700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങളാണ്. ഈ ലെവലുകളൊക്കെ വിശദീകരിക്കുന്നത് എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ്. ശാന്തി ഗോൾഡ് ഇന്റർനാഷണൽ, PVP വെഞ്ചേഴ്സ്, മൊറാജി ടെക്സ്റ്റൈൽസ്, പിക്ചർ ഹൗസ് മീഡിയ, VXL ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയ കമ്പനികൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. വരുന്ന പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഓൺലൈൻ ഗെയിമിങ്ങിനെതിരെ പുതിയ ബില്ല് ഗവൺമെന്റ് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും ജൂലൈ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ് ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. മാർക്കറ്റ് ഫോർകാസ്റ്റിനെ മറികടന്നുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റ് ഡാറ്റയാണ് ജൂലൈ മാസത്തെ റിലീസ് ചെയ്യുകയുണ്ടായത്. അത് മാത്രമല്ല, കാനഡയിൽ നിന്നും ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. ജൂൺ മാസത്തിൽ 1.9% ജൂലൈ മാസം 1.7% റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് കാനഡയിൽ ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കാൻ ഇടയാക്കിയത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ പരിശോധിക്കാം. ഇന്ന് രാവിലെ 11:30 യുകെയിൽ നിന്നും ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 11:30 FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ട്. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRും ഇൻഫോസിസ് ADRകളും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ വിപ്രോ ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് ADRകൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ യുഎസിൽ S&P 500 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്കിൽ 1.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചു. എങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 15 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1.5%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും 0.5% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഗോൾഡിൽ നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.11 എന്ന നിലയിൽ ബുള്ളിഷ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. മാക്സ് പെയിൻ 25,000 എന്ന നിലയിലും. റേഞ്ച് ബൗണ്ട് ആക്ഷനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലത്തെ നേട്ടത്തോടുകൂടി നിലവിൽ നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10, 20 ഡേ EMAകളുടെ മുകളിലായിട്ടും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ മൂവിംഗ് ആവറേജസിന്റെയും മുകളിലായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ അനുഭവപ്പെടുന്നത്. 24,900 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.78 എന്ന നിലയിലും മാക്സ് പെയിൻ 56,000 എന്ന നിലയിലുമാണ്. ഇന്നലത്തെ നേട്ടത്തോടുകൂടി ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20 ഡേ EMAയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMAയുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ബുള്ളിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നിലനിൽക്കുന്നു. 56,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. അതേസമയം 55,700 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ഇന്നലെ IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 1% പ്രീമിയത്തിന്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് IPO ലിസ്റ്റ് ചെയ്തതെങ്കിൽ കൂടിയിട്ടും അവിടെ നിന്നും സ്റ്റോക്കിൽ റാലി ഉണ്ടായതിനെ തുടർന്ന് സ്റ്റോക്കിന് 6% നേട്ടം കൈവരിക്കുവാനുമായി. NSEയിലും BSEയിലുമാണ് IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായത്. ഐനോക്സ് വിൻഡ് 175 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്കുകൾ ഐനോക്സ് റിന്യൂവബിൾ സൊല്യൂഷൻ എന്ന സബ്സിഡിയറിയിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലേക്ക് കമ്പനി റീ എൻറ്റർ ആകുന്നു എന്നുള്ള വാർത്തകൾ. ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ് 2 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് കമ്പനി നൽകുന്നു എന്നുള്ള വാർത്തകൾ. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട് കമ്പനിയുടെ ബോർഡ് 1 രൂപ 80 പൈസ ഡിവിഡൻഡ് പെർ ഷെയർ നൽകുവാനായിട്ടുള്ള അപ്രൂവൽ നൽകി എന്നുള്ള വാർത്തകൾ. ആദിത്യ ഇൻഫോടെക് Q1 46.1% വളർച്ച പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 22.5 കോടി രൂപയിൽ നിന്നും 32.9 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. റവന്യൂവിലും 16.4% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. GNG ഇലക്ട്രോണിക്സ് Q1 പ്രോഫിറ്റിൽ 52.4% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 12.1 കോടി രൂപയിൽ നിന്നും 18.5 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 22.3% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.